യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം ഇതുപോലെ പറയുന്നു: കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടിയാണ്. ജോൺ 10:10. നമ്മുടെ മതങ്ങളുടെ ചട്ടക്കൂടിന് മുകളിലായിട്ട് ഈ ബൈബിൾ വചനങ്ങളിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവരല്ലാത്തവരും കുറേ പേരുണ്ട്. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം അവരുടെ ഖുറാനിൽ 10:94 പറയുന്നു: നിങ്ങൾക്ക് ഖുറാന്റെ ഉള്ളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി റെഫർ ചെയ്യേണ്ടത് ഇഞ്ചിൽ ആണ്. അതായത് ഇഞ്ചിൽ എന്ന് പറഞ്ഞാൽ ബൈബിൾ. അതായത് മുസ്ലിം സഹോദരങ്ങൾക്ക് ഖുറാൻ സംശയാസ്പദമായി തോന്നിയാൽ നിങ്ങൾ പോയി വായിക്കേണ്ടത് ഇതിൽ മുമ്പ് എഴുതിയ സ്ക്രിപ്റ്റേഴ്സായ ബൈബിളാണ്. അപ്പോൾ മുസ്ലിമുകൾക്കും യോഹന്നാന്റെ സുവിശേഷം 10:10 വായിക്കുന്നതിലും അത് ഗ്രഹിക്കുന്നതിലും തെറ്റില്ല എന്ന് വേണം കണക്കാക്കാൻ, അവരുടെ മതപ്രകാരം, അവരുടെ വിശ്വാസപ്രകാരം. ഇനി ഇതുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട കാര്യം, ഇത് ഈ വചനം പ്രതിപാദിക്കാനായിട്ടുള്ള കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ ഒരു പുൽക്കൂടുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുൽക്കൂട് പൊളിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്രൈസ്തവ മേലധ്യക്ഷന്മാർ, ആൻഡ്രൂസ് താഴ്ത്തായിക്കോട്ടെ, റാഫേൽ, അത് അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. അവർക്ക് അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം വെറൊരു പുൽക്കൂടാണ്. ഒരു ദിവസത്തേക്ക് വേണ്ടിയോ 2 ദിവസത്തേക്കോ ആഘോഷത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പുൽക്കൂട് ആരോ തല്ലി പൊളിച്ചിരിക്കുന്നു. ഈ അവസരത്തിൽ ഇത് വന്നു പതിക്കുന്നത് ഹൈന്ദവ സഹോദരങ്ങളുടെ മേലെ സംഘടിതമായിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാനായിട്ട് മറ്റ് ചിലർ ശ്രമിക്കുന്നു. പുറമേയുള്ള ഇതുമായിട്ട് ബന്ധമില്ല എന്ന് ഗവനിച്ച് നടക്കുന്നവർ. അപ്പോൾ പ്രത്യേകമായിട്ട് മീഡിയ വൺ ചാനലിനാണ് ഇതിലെല്ലാവരേക്കാളും, ക്രൈസ്തവരെക്കാളും ഹിന്ദുക്കളെക്കാളും എല്ലാവരേക്കാളും കൂടുതൽ ആവലാതി, ഈ പുൽക്കൂട് പൊളിച്ചിലുള്ള ആവലാതി ഉള്ളത് മീഡിയ വൺ ചാനലാണ്. അവർ ഏകദേശം ഒരു 10-15 മണിക്കൂറാട്ടെ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തെന്ന് തോന്നുന്നു. അവരുടെ ആവലാതി പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ബിഷപ്പുമാർ ഒന്നും മിണ്ടാത്തേ, എന്തുകൊണ്ടാണ് അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ട് വന്നിട്ട് ഒരു വിഷയമാക്കാത്തേ? കാരണം ആൻഡ്രൂസ് താഴ്ത്ത് പറയുന്നത് കുഴപ്പമില്ല. അതേപോലെ തന്നെ BJPയുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വന്നിട്ട് ആൻഡ്രൂസ് താഴ്ത്തിന്റെ വായിലേക്ക് കേക്ക് വെച്ച് കൊടുക്കുന്നു, ക്രിസ്മസ് കേക്ക് തിരിച്ചും കൊടുക്കുന്നു, സ്നേഹം പങ്കിടുന്നു. ആ ക്രിസ്മസിന്റെ സ്നേഹം പങ്കിടലാണ് അവിടെ നടക്കുന്നത്. ജീവിതം മുഴുവനും ഇത്ര നാളും നിങ്ങളുടെ ചരിത്രത്തിൽ സ്നേഹത്തിനെ പറ്റി മറ്റും പറഞ്ഞപ്പോ അത് എന്തുകൊണ്ടാണ് മീഡിയ വൺ ചാനൽ കാണാഞ്ഞേ? ആ സ്നേഹം പങ്കിടൽ. ഒപ്പം തന്നെ ജോർജ് കുര്യൻ മന്ത്രിയുടെ വീട്ടിൽ മോഡിജി പോകുന്നു. അതിനും ശേഷം വീണ്ടും ബിഷപ്പ് കൗൺസിൽ, ഇന്ത്യൻ ബിഷപ്പ് കൗൺസിലിന്റെ അവിടെ വീണ്ടും വരുന്നു മോഡിജി, ക്രിസ്മസ് ആഘോഷിക്കുന്നു. വീണ്ടും JP നദ്ദ BJP പ്രസിഡന്റ് വരുന്നു, ക്രിസ്മസ് ആഘോഷിക്കുന്നു. അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിനുള്ള ആവലാതികൾ ആ അവസരത്തിൽ മതമേലധ്യക്ഷന്മാര് മോഡിജിനെയും ജോർജ് കുര്യനെയും JP നഡ്ഡയെയും സുരേന്ദ്രനെയൊക്കെ ബോധിപ്പിച്ചോളും. അത് അത്ര വലിയ ഗൗരവമായിട്ട് ഒരു പ്രശ്നമല്ല. ഇത് മുൻകാലങ്ങളിൽ റാഫേൽ തട്ടിൽ പിതാവ് വഖഫുമായിട്ട് ബന്ധപ്പെട്ട് മുൻപത്ത് പോയപ്പോൾ പറഞ്ഞു, ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും വിശ്വാസമില്ലാന്ന്. അതൊരു ആഹ്വാനാണ് കത്തോലിക്കർക്കും ക്രൈസ്തവ വിഭാഗങ്ങൾക്കും. മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ഏകദേശം അറബ് നാട്ടിലെ ഒരു കാട്ടർബിത്തരമാണ്, BJPക്ക് വോട്ട് ചെയ്യണമെന്ന ആഹ്വാനം വന്നപ്പോഴാണ് അദ്ദേഹം ഇത് പ്രതിപാദിച്ചത്. അതായത് ഇത് ജനാധിപത്യമാണ്, കാട്ടർബികളുടെ നാടല്ല. ഞങ്ങൾക്ക് ഈ മീഡിയ വണ്ണ് പോലെയുള്ള മൗദൂദികൾ ഞങ്ങളെ വിമർശിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ പാരമ്പര്യം അടിച്ചമർത്തലിൻ്റെയും അറബ് നാട്ടിലെ പോലെയുള്ള സ്വഭാവങ്ങളായതുകൊണ്ടാണ്. ഇനി മീഡിയ വണ്ണിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വികാരമുണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾ SDPI പറയൂ, ആഹ്വാനം കൊടുക്കൂ. SDPI പാലക്കാട് ജില്ലയിൽ സ്വാധീനമുള്ളവരാണല്ലോ. പോയിട്ട് ചോദിക്കട്ടെ, ആരാടാ പുൽക്കൂട് പൊളിച്ചേ എന്നൊക്കെ ചോദിക്കട്ടെ. SDPIക്ക് ചെയ്യാലോ. കാരണം നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആവലാതി. SDPIയോ PFIയോ അതല്ലെങ്കിൽ ഇപ്പൊ MEC7 അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടന പോയിട്ട് ചോദിക്കട്ടെ, ആരടാ പുൽക്കൂട് പൊളിച്ചേ എന്ന് നീണ്ടു നിവർന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ അത് നല്ലതിനായിരിക്കും. കാരണം കേരളവും ഗുജറാത്ത് പോലെ സമാധാനപരമോ, ആ ഒരു സംഭവത്തോടു കൂടി സമാധാനപരാവും. ഗുജറാത്തിൽ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല, വളരെ സമാധാനം. പണ്ടൊക്കെ ബോലോ തക്ബീർ എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്തിരുന്ന യാതൊരു പ്രശ്നമില്ലാണ്ട് ഇപ്പൊ ഗുജറാത്ത് തുല്യതയിൽ വിശ്വസിക്കുന്നു, സമാധാനത്തിൽ പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു സമൂഹം തന്നെ മേലേക്ക് വരും.
അപ്പോൾ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായാൽ ചിലപ്പോൾ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ മീഡിയ വൺ ആവലാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചെന്ന് ചോദിക്കണം. അവിടെ ബിഷപ്പുമാർക്ക് കുഴപ്പമില്ല, ക്രൈസ്തവർക്ക് കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല. നേരെ മറിച്ച് ക്രൈസ്തവരുടെ ഇപ്പോഴത്തെ ആവലാതി എന്താന്ന് പറയട്ടെ, ഈ കക്കാനും മോഷ്ടിക്കാനും ചിഹ്ന ഭിന്നമാക്കാനും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആൾക്കാർ, അതായത് 610 കുടുംബങ്ങൾ വഴിയാധാരായി കിടക്കാണ് മുനമ്പത്ത്. വഖഫ് എന്ന മുസ്ലിം സമുദായത്തിന്റെ ഏതോ ഒരു നിയമം കൊണ്ടുവന്ന് അവരെ പൂട്ടിയിട്ടേക്കാണ്. അവിടെ SDPI പോലും പോയി എന്നാണ് കേട്ടത്. അപ്പൊ ആ അവസരത്തിൽ അവിടെ മുനമ്പത്ത് ഉണ്ടായിരുന്ന കുറച്ച് സഹോദരങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, SDPI വന്നിരുന്നു, അവരോട് പറഞ്ഞു അധികം നേരം ഇവിടെ നിൽക്കണ്ട, ഒരു സമരം ചെയ്ത് പെട്ടെന്ന് പൊക്കോ. കാരണം SDPI വരുന്നത് ഇസ്ലാമിക വിഭാഗത്തിന്റെ വിശ്വാസങ്ങളാണ് വഖഫ് എന്നും പറഞ്ഞ് ഇവർ പൂട്ടിയിട്ടേക്കണ ക്രൈസ്തവ ഹൈന്ദവ കുടുംബങ്ങളെ വഴിയാധാരാക്കാൻ നോക്കുന്നത്. പിന്നെ SDPI അവിടെ വന്നു കഴിഞ്ഞാൽ ഇതും ഈ മുനമ്പത്തുള്ളവര് മദ്രസ പൊട്ടന്മാരൊന്നല്ല, അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ ആരാ എന്താണെന്ന് മനസ്സിലാക്കാനും കള്ളൻ ആരാണെന്നും നല്ലവൻ ആരാണെന്നും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോ ഈ പുൽക്കൂട് വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ സുരേന്ദ്രൻ പറയുകയുണ്ടായി, ഇത് ഈ അടുത്ത് കോൺഗ്രസിലേക്ക് പോയ പാലക്കാടുള്ള ഒരു നേതാവാണ്, അതോടൊപ്പം തന്നെ ഒരു കള്ള കച്ചറ സുഡാപ്പി ഉണ്ട് അവിടെ, മതേതരവാദി എന്നും പറഞ്ഞ് പറ്റിക്കാൻ നടന്ന് ഉമ്മൻചാണ്ടിയുടെ പോലും പാരമ്പര്യം പിടിച്ച് കട്ടെടുത്ത് കൊണ്ടുപോയി ഒരു കള്ള സുഡാപ്പി അവിടെ മതേതരനായിട്ട് നടക്കുന്നുണ്ട്. അവനൊക്കെ പാടി കൂടി കാട്ടിക്കൂട്ടിയതാ. പാലക്കാട് മനസ്സിലാവൂലോ. തന്നെയല്ല ഇപ്പൊ പോയ ഒരു പുതിയ കോൺഗ്രസിൽ നിന്നുള്ള ഒരു ഇതുണ്ട്. കാരണം കോൺഗ്രസ് ഏകദേശം ലീഗിന് അടിയറവ് വെച്ച് കാലുമ വെച്ച് അവരുടെ പാർട്ടി വെച്ച് ഇങ്ങോട്ട് മാറി. അതാണ് ഈ നമ്മുടെ പ്രിയങ്ക ഗാന്ധിയൊക്കെ പലസ്തീൻ എന്നൊക്കെ പറഞ്ഞ് നടക്കണം. അവർ അടിയറവ് വെച്ച് ഇങ്ങോട്ട് പിൻവാങ്ങി ആ പാർട്ടീനെ അങ്ങോട്ട് വിറ്റു. ആ സ്ഥിതിയിലാണ്. അപ്പൊ കോൺഗ്രസ് എങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ കാരണം, ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ ഒരു 10-15 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുൽക്കൂട് പൊളിക്കാനൊക്കെ ആളെ കിട്ടും. അത് ജോലിക്കാരൻ കേരളത്തിൽ തൊഴിലില്ല, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിച്ച് തൊഴിലില്ല, ലോട്ടറിയും കള്ളും മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു പുൽക്കൂട് പൊളിക്കാൻ ഒരാളെ ഒരു പ്രത്യേക സമുദായത്തിന്റെ പേരും ഉള്ള അല്ലെങ്കിൽ ഒരു സംഘടനയിൽ പെട്ട ഒരാളെ 10,000 രൂപ കൊടുത്ത് വാങ്ങി ആരെ പൊളിക്കാൻ വിട്ടു. ക്രിസ്ത്യാനികൾ അതിന് ഒരു വിലയും കൊടുക്കുന്നില്ല, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്തിനാ ബേജാറാകുന്നത്? ക്രിസ്ത്യാനികളുടെ ഇത് മുഴുവനും മുസ്ലിം സമുദായമാണ് ക്രിസ്ത്യാനികൾ എന്ന് വരെ ദ്രോഹിച്ചിട്ടുള്ളൂ. അത് അന്താരാഷ്ട്ര ലോകത്തിന്റെ ഘടനയില് എന്തിനേറെ പറയുന്നു, കാശ്മീരിൽ പോലും ക്രിസ്ത്യാനികളെ മുസ്ലിമുകൾ തല്ലിയൊതുക്കിയിട്ടുണ്ട്. അവിടുത്തെ പണ്ഡിറ്റുകളെ, കാശ്മീരി പണ്ഡിറ്റുകളെ എത്ര തന്നെ കൊന്നൊടുക്കുകയാണ്. ഈ ഹൈന്ദവ സഹോദരങ്ങളൊന്നും അത്ര ഒന്നും എത്തില്ല. ഒരു കൊടി കാട്ടെ, അതും ഇങ്ങനെ ഇപ്പൊ കേരളം പോലുള്ള സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റുകാരോ പണം കൊടുത്ത് വിടുമ്പോ ചെയ്യുന്ന ഓരോ ചെറിയ കൊടിനാട്ടലോ അല്ലാണ്ട് ഒന്നും ഹൈന്ദവ സഹോദരങ്ങളൊന്നും അത്ര വലിയ ഇത് ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്നില്ല. ശരിയാണ്, കുറച്ച് അല്ലറ ചില്ലറ ഇതുകൾ കുരിശിന്റെ മേലെ കൊടി കെട്ടലോ അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറുതായിട്ട് നടക്കണം. അത് ഞങ്ങൾ അങ്ങോട്ട് സഹിച്ചു, അത് ക്രിസ്ത്യാനികൾ അങ്ങോട്ട് സഹിച്ചു. എൻ്റെ മീഡിയ വൺ ചാനൽ, നിങ്ങൾക്ക് വിരോധം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ചോദിക്കും പുൽക്കൂട് പൊളിച്ചത് ആരാന്ന്, SDPIന് വിടൂ. അപ്പൊ കേരളത്തിൽ സമാധാനം വരും. ഞങ്ങൾക്കും അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നാണ് ക്രിസ്തീയ വിഭാഗം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി മീഡിയ വണ്ണിന് ഇനിയും പിടികിട്ടാത്ത ഇതാണെങ്കിൽ നിങ്ങളുടെ കള്ളക്കളികളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് ആണ് ഇപ്പൊ ക്രിസ്ത്യാനികൾ പറയുന്നത്. അതും പിന്നെ വേറൊരു വിഷയം കൂടി ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടത്, കാസയാണ് നിങ്ങൾ പേടിക്കുന്നത്, ഭയം. മീഡിയ വണ്ണ് എപ്പോ തുറന്നാലും കാസ എന്നും പറഞ്ഞ് ഒരു ഭയമാണ് നിങ്ങൾക്ക്. കാസ ആരെയും തല്ലാനോ കൊല്ലാനോ പോയുള്ള ചരിത്രവും ഇല്ല, അവർ ചെയ്യൂല. അവര് ഒരു പ്രത്യേക അവരവരുടെ സഹോദരിമാരെ പറഞ്ഞ് മനസ്സിലാക്കാണ്. ചെറുപ്പം 16 വയസ്സ് മുതൽ 17-18 വയസ്സാവുമ്പോഴേക്കും തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ അവർ പറഞ്ഞു കൊടുക്കുന്നത്, ഒരു പ്രത്യേക സമുദായത്തിൽ അവരുടെ വിശ്വാസപ്രകാരം നിങ്ങൾക്ക് ചുറ്റും കിടന്ന് കറങ്ങാണ്. അവരുടെ വിശ്വാസപ്രകാരം അന്യമത സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കാനുള്ള അനുവാദം ആ വിശ്വാസം കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കണം, ജാഗ്രത വേണം. പിന്നെ ഭക്ഷണം അന്യദേവന് അർപ്പിച്ചതോ തുപ്പിയതോ ഒന്നും നിങ്ങൾ കഴിക്കേണ്ട. അത് പൂജിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക വിഭാഗം അന്യദേവന് അർപ്പിക്കുകയും അതോടൊപ്പം തന്നെ തുപ്പിക്കൊടുക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതും കഴിക്കണ്ട. അതുകൊണ്ട് അതാണ് അവരുടെ ആവലാതി, അതല്ലാതെ ഒരു പുൽക്കൂട് പൊളിച്ചതൊന്നും അവരുടെ ആവലാതിയല്ല. അപ്പൊ ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇനി മീഡിയ വൺ ചർച്ച ചെയ്യേണ്ടത്. എല്ലാവർക്കും
വീണ്ടും ഈ ഒരു ചർച്ച ഇങ്ങനെയുള്ള ചർച്ചകൾ വേണം എന്ന് മീഡിയ വൺ ചർച്ച ചെയ്യുന്നത് കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ. നിങ്ങളുടെ മതേതരത്വവും സ്നേഹവും മറ്റു തുല്യതൊക്കെ കാണുന്നതിന് വേണ്ടിയാണ് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും നോക്കിയിരിക്കുന്നത്.